ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് വർക്ക് വന്നിരിക്കുന്നത് എറണാകുളം മേരേറ്റിലാണ്. ഇന്നത്തെ വിശേഷം അവിടത്തെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി വരുന്നത്. അൾട്രയാണ് നമ്മുടെ വണ്ടി. ഞാൻ ചെല്ലുമ്പോഴേക്കും പിള്ളേർ ലോഡ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ലോഡൊക്കെ കയറ്റി സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഇതാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട്. ഇതാണ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഊരകത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പുതുക്കാട് എന്ന സ്ഥലത്ത് വന്ന് കയറായിട്ട് അങ്ങനെ ഷോർട്ട് കട്ട് പിടിച്ചു. ഇത് നമ്മൾ ടോൾ കൊടുക്കാണ്ട് പോകാനുള്ള വഴി കൂടിയാണിത്. നമുക്ക് തൃശ്ശൂർക്ക് ഇതിലെ ടോൾ കൊടുക്കാണ്ട് പോവാം. ഇതാണ് കേട്ടോ പുതുക്കാട് പള്ളി. ഇത് നല്ല പേര് കേട്ട പള്ളിയാണ്. ഇതിൽ 2 വ്യൂ ഉണ്ട്. ഇതാണ് ബാക്കിൽ വ്യൂ. ഫ്രണ്ട് വ്യൂ എനിക്ക് എടുക്കാൻ കിട്ടിയില്ല, വണ്ടിയിലായതുകൊണ്ട് വ്യൂ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നല്ല ആഘോഷമാണ്. നല്ല ഷേപ്പുള്ള പള്ളിയാണിത്. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ലൈറ്റ് അത്യാവശ്യം ലൈറ്റും കയറും, നല്ല അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റും. ഇതാണ് പുതുക്കാട് സിഗ്നല്. ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകും. ഇത് പാലക്കാട് എറണാകുളം ഹൈവേ ആണത്. ഇവിടെ നിന്ന് റേറ്റ് തിരിഞ്ഞ് അങ്ങനെ എറണാകുളത്തേക്ക് പോകാനുള്ള വഴിയാണ്. വൈകിട്ട് 3 മണിക്കാണ് ഇറങ്ങുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. പേരാമ്പ്ര എത്തിയപ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടി തുടങ്ങി. മുരുങ്ങൂർ എത്തിയപ്പോൾ അടുത്ത ബ്ലോക്കും കിട്ടി. അവിടെയും പണി നടക്കുന്ന കാരണം അവിടെയും നമുക്ക് ബ്ലോക്ക് കിട്ടി. നമ്മുടെ ഈ സൈഡ് അധികം ബ്ലോക്ക് ഇല്ല. അപ്പർ സൈഡ് നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. നോക്കിയ വണ്ടികൾ കിടക്കണുണ്ട്, നിരന്ന് കിടക്കുകയാണ് അറ്റം വരെ. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്ര. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, അപ്പുറ സൈഡിൽ കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിറങ്ങര എത്തിയപ്പോൾ അടുത്ത ബ്ലോക്കും കിട്ടി. ഇത് അത്യാവശ്യം വലിയ ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. പാലം നമ്മൾ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെട്രോ ആണ്. ലുലു കഴിഞ്ഞ് തൊട്ട് കാണുന്നതാണ് മേരേറ്റിക്കുള്ള വഴി. മേരേറ്റിക്കുള്ള വഴിക്ക് നമുക്ക് ഉള്ളിലേക്ക് കയറാം. മേരേറ്റിൽ വന്നപ്പോൾ നമുക്ക് പാസ് എടുക്കണം. പാസ്സൊക്കെ എടുത്ത് വന്നപ്പോൾ ലേറ്റായി. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി സെറ്റാക്കാനുള്ള തയ്യാറെടുപ്പായി. ആദ്യം നമ്മൾ ഷാർപ്പാണ് ഇടുന്നത്. അതിനുള്ള മെഷർമെൻ്റ് എടുത്ത് ക്ലാമ്പൊക്കെ വെച്ചു. നമുക്ക് നാളെയാണ് ഈ പവർ കിട്ടുന്നത്. നാളേക്കാണ് ജനറേറ്റർ വരുള്ളൂ. നമ്മൾ ഇന്നൊക്കെ സെറ്റാക്കി വെക്കും. നാളെ വന്നിട്ടാണ് ബാക്കി ഓണാക്കി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷാർപ്പി. ഇത് സ്റ്റാൻഡ് 12R ആണ്. ഇത് നല്ല ഔട്ട്പുട്ടാണ്. ഇതിന് നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പ്രൈസും വളരെ കുറവാണ് ഇതിന്. നമ്മൾ ഉപയോഗിക്കുന്ന LED ബാർ ബിഗ് ടിപ്പർ 1 ആണ്. പിന്നെ സ്ട്രോബ് ഇടുന്നുണ്ട്, അതും സ്റ്റാൻഡ് തന്നെയാണ്. സെൻറ്റർ വൈറ്റ് ഉള്ളതാണ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വന്ന് പാച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അഡ്രസ്സും ഒക്കെ ഇട്ട് കത്തിച്ചു. ഇതാണ് ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ആ വർക്കിന് ഗസ്റ്റായിട്ട് 2 യൂട്യൂബർ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ വെയർ ഹൗസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.